അല്ല, ഗവൺമെന്റ് DGPയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ തീരുമാനമാണ് ഗവൺമെന്റ് ഉത്തരവായി പുറത്തു വരുന്നത്. അത് പ്രത്യേക അസാധാരണമായ ഒന്നുമില്ല. DGPയുടെ നിർദ്ദേശാനുസരണമാണ് ഗവൺമെന്റ് തീരുമാനം എടുത്തിട്ടുള്ളത്. ഒരു കേസ് കൂടി ആ വിഷയത്തിൽ ഫയൽ ചെയ്യാൻ വേണ്ടി ആലോചിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു അണിയറ നീക്കം നടക്കുന്നതാണ്. എനിക്കറിയില്ല. അല്ല, ഈ അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ടേ അത്തരം ഒരു കേസിന്റെ അനിവാര്യത ഉണ്ടോ? എനിക്കറിയില്ല. പോലീസിനെതിരെ ആരോപണം ഉയർന്ന മറ്റ് കേസുകളുണ്ട്. കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനം അടക്കമുള്ള കേസുകൾ, അതില് നടപടിയായിട്ടില്ല. കുന്നംകുളത്ത് ഒരിക്കൽ ശിക്ഷിച്ചതാണ്. ഇനി ഫർദറായിട്ടൊരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ ശിക്ഷ നടത്തിയതാണ്. പിന്നെ ഫർദർ അന്വേഷണം നടത്തി റിപ്പോർട്ട് കിട്ടട്ടെ നമ്മൾ ആലോചിക്കും. നമുക്ക് ഇത്രേ ഉള്ളൂ, ഒരു കാര്യമുള്ളൂ. അത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അധികാര ദുർവിനിയോഗവും അതോടൊപ്പം തന്നെ വെടിവിട്ടുള്ള പ്രവർത്തനവും ആര് ചെയ്താലും അത് അംഗീകരിക്കാൻ സാധ്യമല്ല. അത് അന്വേഷണത്തിലൂടെ തെളിയിക്കപ്പെടുകയാണെങ്കിൽ അവർക്ക് അതിനുള്ള ശിക്ഷ നൽകാൻ ഏത് ഗവൺമെന്റിനും ബാധ്യതയുണ്ട്. അല്ലാണ്ട് ഇതിനകത്ത് വേറെ വ്യക്തികൾക്കെതിരായിട്ടുള്ളതല്ല. ആ വ്യക്തികൾ കുറ്റം ചെയ്താൽ ഗവൺമെന്റ് ശക്തമായ നടപടി ഉണ്ടാകും. അതാണ് UDF ഗവൺമെന്റിന്റെ നയം എന്ന് പറയുന്നത്. തുടർ നടപടികൾ എന്തായിരിക്കും അജിത് കുമാറിന്റെ കേസിൽ? സസ്പെൻഷൻ നടത്തിയല്ലോ. അല്ല, ഈ കേസ് ഡയറി അടക്കം തിരുത്തുകയും തെളിവുകൾ നശിപ്പിക്കുകയും ചെയ്തു. അപ്പൊ അതിൽ മറ്റൊരു കേസ് ഇടുന്നത് സാധ്യമാണോ? ഞാൻ അതിന്റെ മെറിറ്റ് ആര് പറഞ്ഞു? നിങ്ങളെന്നെ പറയുന്നില്ലല്ലോ, ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, സാധ്യമാണോ? ഞാൻ പറയുന്നത് ഗവൺമെന്റിന്റെ നയം എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. അധികാര ദുർവിനിയോഗം നടത്തുകയും വഴിവിട്ട പ്രവർത്തനങ്ങൾ ആര് നടത്തിയാലും ശരി അത് ഗവൺമെന്റ് വെച്ച് ഉറപ്പിക്കില്ല. അതേ എനിക്ക് അതിനെപ്പറ്റി ജനറലായി പറയാം. DGP ചെയ്തിട്ടുള്ള ഒഫൻസ് എന്താണ് ബോധ്യപ്പെട്ടുള്ളത്? എന്താണല്ലോ അന്വേഷണം. ഈ പൂരം കലക്കൽ കൂടി നിലനിൽക്കുന്നുണ്ട്. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നടപടി ഉണ്ടോ? ഇത് കഴിയട്ടെ.